നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ലാസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് തന്ന നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷവും ഓരോരുത്തരെ കമൻറ്റ് വായിച്ചപ്പോൾ സങ്കടമൊക്കെ വന്നു. എന്തായാലും നന്ദി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം ജനുവരി 25 10th പ്രിലിംസിൻ്റെ 3rd സ്റ്റേജ് എക്സാം നടക്കുമല്ലേ. അപ്പം കഴിഞ്ഞ 2 സ്റ്റേജിലും ഞാൻ പറഞ്ഞ ഷുവർ ടോപ്പിക്സിൽ നിന്ന് കുറേ മേഖലകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നൊക്കെ എനിക്ക് ഏകദേശം ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ കുറേ മേഖലകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ആവർത്തിച്ചു. അപ്പം ഇനി 3rd സ്റ്റേജും 4th സ്റ്റേജും ഒക്കെ എക്സാം ഉള്ളവർ ആ 2 വീഡിയോസും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഞാനിത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ആ വീഡിയോയുടെ ലിങ്കും കൂടെ കൊടുത്തേക്കാം. അപ്പം ആ ഒരു വീഡിയോസും കൂടെ ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ ഒരെണ്ണവും ഷുവർ ടോപ്പിക്കിൻ്റെ 2 വീഡിയോ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇനിയും 3rd ഉം 4th ഉം കൂടെ സ്റ്റേജസ് പരീക്ഷ ഉള്ളവർ അതും കൂടെ ഒന്ന് കാണണം. ഈ വീഡിയോയും കാണണം. വീണ്ടും ഞാൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്തപ്പം എനിക്ക് കുറച്ച് ടോപ്പിക്സും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഇപ്പം നടന്ന 2nd സ്റ്റേജ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഞാൻ അനലൈസ് ചെയ്ത് കുറച്ചുകൂടെ മേഖലകൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. ആ ഒരു ടോപ്പിക്സൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് നദികളും പോഷക നദികളും, പിന്നെ ഡാമുകൾ, അത് സ്ഥിതി ചെയ്യുന്ന നദി, സംസ്ഥാനം, അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. മെയിനായിട്ട് നദികളും പോഷക നദികളും ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകണം. അതിൽ ഹിമാലയൻ നദികളുണ്ട്, ഉപദ്വീപീയ നദികളുണ്ട്. ഹിമാലയൻ നദികൾ ഗംഗ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയ നദികൾ വരുമ്പം ഗോദാവരി, മഹാനദി, നർമ്മദ, കൃഷ്ണ, അങ്ങനെ പോകും. അപ്പം അതിൻ്റെയൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, കോഡുകളൊക്കെ വെച്ച് പഠിക്കുന്ന ക്ലാസ്സുകളൊക്കെ. അപ്പം അങ്ങനെയൊക്കെ പോഷക നദികളൊക്കെ വൃത്തിയായിട്ടൊന്ന് നോക്കിയിട്ടൊന്ന് പോകണം. ഇപ്പം കോസി ചോദിച്ചിട്ടുണ്ട്, ഗംഗയുടെ പോഷക നദി. കോസി എന്ന് പറയുന്ന ഏത് നദിയുടെ പോഷക നദിയാണ്? ഗംഗയുടെ പോഷക നദിയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സിന്ധുവിൻ്റെ 5 പോഷക നദികൾ: ചലം, ചിനാവ്, രവി, ബിയാസ്, സത്ലജ്. പിന്നെ അതിൻ്റെ കുറേ അതിൽ നീളം കൂടിയത്, ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയത്, നീളം കുറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളായ കബനി, ഭവാനി, പാമ്പാർ, ഇതൊക്കെ ഏത് നദിയുടെ കാവേരിയുടെ പോഷക നദികളാണ്. പിന്നെ ഇതിനൊക്കെ ഓരോ നെയിമുകളുണ്ട്: അർദ്ധഗംഗ, വൃദ്ധഗംഗ. അപ്പം അങ്ങനെയൊക്കെ നദികളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോകാൻ ഈ ഒരു പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം 2nd സ്റ്റേജിൽ ഓൾറെഡി ഡാമുകളും ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഡാമുകളും ചോദിച്ച് അതിൽ സ്ഥിതി ചെയ്യുന്ന നദികളും മാച്ച് ദ ഫോളോയിങ് എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നദികളും പോഷക നദികളും വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക. ബാക്കി നദികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് പോവുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ 2 സ്റ്റേജ് എക്സാമിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാന നായകർ. കേരള നവോത്ഥാന നായകരെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ 2 സ്റ്റേജിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സ്റ്റേജിലാണെങ്കിൽ ഒരു വക്കം അബ്ദുൾ ഖാദർ, എനിക്ക് ആ ഒരു സോഴ്സ് ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിതുവരെ എൻ്റെ സോഴ്സ് കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ 10th പ്രിലിംസിൻ്റെയൊക്കെ 10th ലെവൽ എക്സാമിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോഴും ഇപ്പോൾ ഈ 2 സ്റ്റേജ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും എനിക്ക് കുറച്ച് നവോത്ഥാന നായകരെ PSC ഫോക്കസ് ചെയ്തേക്കുന്നതായിട്ട് തോന്നി. അത് ഒന്ന് ശ്രീനാരായണ ഗുരു, പിന്നെ ചട്ടമ്പി സ്വാമികൾ, പിന്നെ അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, തൈക്കാടയ്യ, പൊയ്കയിൽ കുമാരഗുരുദേവൻ, വാഗ്ഭടാനന്ദൻ, VT ഭട്ടതിരിപ്പാട്, ഇങ്ങനെയുള്ള കുറച്ച് പേര്. അപ്പം ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ PSC റിപ്പീറ്റ് ചെയ്യുന്ന നവോത്ഥാന നായകരെ പറ്റി. ഇതുകൂടാതെ നിങ്ങൾക്കും ഇവരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ചോദിക്കുന്ന നവോത്ഥാന നായകരെ പറ്റിയിട്ടും ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടൊക്കെ പോവുക. നവോത്ഥാന നായകരെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പം ആ ഒരു കാര്യം നോക്കിയിട്ട് പോവുക. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയൊരു മേഖലയാണ് ഇതാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഗാന്ധിജിയുടെ കേരള സന്ദർശനം. ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം, കാരണം. ഇതൊക്കെ PSC എക്സാമുകളിൽ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം 5 പ്രാവശ്യമാണ്, എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം വന്നതിൻ്റെ കാരണം, പിന്നെ വന്ന വർഷങ്ങൾ, അതൊക്കെ PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പം എൻ്റെ ഒരു തോന്നലാണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
മറന്നുപോയവർ, ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളവർ കാണും, മറന്നുപോയവരൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഗാന്ധിജിയുടെ കേരള സന്ദർശനം 1920 ഡേറ്റ് സഹിതമുണ്ട്, 25 ഇപ്പോഴത്തെ എക്സാമിനൊക്കെ ഡേറ്റ് സഹിതം ചോദിച്ചു കളയാം, അവിടെയൊക്കെ ആയിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. രണ്ടാമത് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ. മൂന്നാമത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി. നാലാമത് ഹരിജൻ ഫണ്ട് ശേഖരണം. അഞ്ചാമത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ. വർഷങ്ങളെല്ലാം ഡേറ്റ് സഹിതമുണ്ട്. ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാൻ ചാൻസ് ആയിട്ട് തോന്നുന്നത് 2024 പാരീസ് ഒളിമ്പിക്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ. ഇന്ത്യക്ക് അറിയാലോ, സ്വർണ്ണമൊന്നും കിട്ടിയില്ല, മൊത്തത്തിൽ 6 മെഡലാണ് കിട്ടിയത്, 5 വെങ്കലവും 1 വെള്ളിയും. അപ്പം കിട്ടിയത് ഏതൊക്കെ ഐറ്റത്തിനാണ്, ഏതൊക്കെ വ്യക്തികൾക്കാണ്, ആ വ്യക്തികളും അവരുടെ ഐറ്റങ്ങളും. പിന്നെ ഇന്ത്യയുടെ പൊസിഷൻ, ഈ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ, അതേപോലെ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഇന്ത്യയുടെ നേട്ടങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിനെ പറ്റി പെരിഫറലായിട്ടൊന്ന് നോക്കിയിട്ടൊക്കെ പോവുക. ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചാൻസ് കാണുന്ന ഈ 2 സ്റ്റേജിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ നമ്മൾ നോക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഇപ്പം ലാസ്റ്റ് 2 സ്റ്റേജിലായിട്ട് കഴിഞ്ഞ സ്റ്റേജ് എനിക്കൊന്ന് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം, ഫസ്റ്റ് സ്റ്റേജ് ഞാൻ എഴുതിയ എക്സാം ഫസ്റ്റ് സ്റ്റേജിൽ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീവിയസ് ഇയറിൽ ചില ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിക്കാം. അപ്പം അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. ഇനിയും ക്വസ്റ്റ്യൻ ഈ ഒരു സ്റ്റേജിലൊക്കെ ചോദിക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ചോദിക്കാൻ ചാൻസ് ഈ 2 സ്റ്റേജ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കേരള ചരിത്രത്തിലെ വർഷങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ട് പോവുക. ഓരോ സംഭവങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ വർഷങ്ങൾ, അതായത് ഞാൻ കുറിച്യർ കലാപം, ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ, പുന്നപ്ര വയലാർ സമരം, ക്ഷേത്രപ്രവേശന വിളംബരം, നിവർത്തന സമരം, വൈദ്യുതി പ്രക്ഷോഭം തൃശ്ശൂരിലെ, അങ്ങനെയൊക്കെയുള്ള കുറേ വർഷങ്ങളും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ കീഴരിയൂർ ബോംബ് കേസ്, അതൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് നോക്കിയിട്ട് പോകാം. അതിൻ്റെ നമ്മൾ PSC കുറേ നാളായിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ. പിന്നെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ 10th പ്രിലിംസ് എക്സാമുകളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് നോക്കാൻ തോന്നും, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, വർഷങ്ങൾ, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചിട്ട് പോവുക. അടുത്തതായിട്ട് അസ്ഥികളും സന്ധികളും എന്നും പറഞ്ഞ് നമുക്ക് SCRT ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട് ഒരു ബോക്സിലായിട്ട്. അപ്പോൾ അതിൽ ഗോളരസന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി, കീലസന്ധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എവിടൊക്കെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ ആ ഒരു ബോക്സിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, തെന്നി നീങ്ങുന്ന സന്ധി. അപ്പം അസ്ഥികളും സന്ധികളും എന്നുള്ള ഒരു പോർഷനിൽ നിന്ന് പിന്നെ 10 അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു SCRT പോർഷനിൽ അത് പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ നോക്കിയിട്ട് പോകണമെന്ന് പറയുന്നത് ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, അതിന് കാരണമാകുന്ന വാതകങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. അപ്പോൾ അതിന് കാരണമാകുന്ന വാതകങ്ങൾ ഇപ്പോൾ താഴെ പറയുന്നതിൽ ആഗോള താപനത്തിന് കാരണമല്ലാത്ത വാതകം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും PSC പരീക്ഷകളിൽ നമ്മൾ കാണാറുണ്ട്. കാരണമാകുന്ന വാതകങ്ങൾ അറിഞ്ഞാൽ അതിൽ ഏതാണ് അല്ലാത്തത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. കാരണമാകുന്ന വാതകങ്ങൾ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വരും, മീഥേൻ വരും, പിന്നെ എല്ലാവർക്കും സംശയം വരുന്ന നൈട്രസ് ഓക്സൈഡ്, അതാണ് എല്ലാവർക്കും നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ ഇല്ലേ. അപ്പം നൈട്രസ് ഓക്സൈഡ് ആണ് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം. അത് N2O എന്നാണ് എഴുതുന്നത്, നൈട്രസ് ഓക്സൈഡ്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു കെമിക്കൽ നെയിം ആയിരിക്കും തരുന്നത് ഈ ഒരു N2O എന്ന് പറഞ്ഞൊരു രാസസൂത്രവാക്യം N2O. അപ്പം നൈട്രസ് ഓക്സൈഡ് ആണ് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം. പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, പിന്നെ മീഥേനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പല്ലുകളെ പറ്റിയിട്ട് PSC പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് 4 തരത്തിലുള്ള പല്ലുകളാണല്ലോ, ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം, അതൊക്കെ എത്ര എണ്ണം വീതമുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ, കടിച്ചു കീറാൻ സഹായിക്കുന്നവ,
അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പല്ലുകളുമായി ബന്ധപ്പെട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് പല്ലുകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും, ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റും ലോങ്റ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റും അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ചിലവർക്ക് മാറിപ്പോവും. അപ്പോൾ മാറിപ്പോവാത്ത രീതിയിൽ അതൊന്ന് പഠിച്ചു വെക്കുക. നമ്മൾ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 നോർത്തും 37 ഡിഗ്രി 6 നോർത്തുമാണ്. അതേപോലെ ലോങ്റ്റിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എന്നത് രേഖാംശ വ്യാപ്തി 68 ഡിഗ്രി 7 ഈസ്റ്റും 97 ഡിഗ്രി 25 ഈസ്റ്റും. അപ്പോൾ അതൊന്ന് കാണാതെ ഒന്ന് മാറിപ്പോവാതെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ ഒരു ടേബിളാണ് ഞാനിവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ദേശീയപാതകൾ, അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ പഴയ പേര് പുതിയ പേര്, പഴയ പേരും പുതിയ പേരും ഞാനങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ വെച്ചിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകൾ, അതിൽ ഏറ്റവും വലുത് ഏറ്റവും ചെറുത് ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. ഓക്കെ, അടുത്തതായിട്ട് ബ്രെയിൻ, തലച്ചോറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശരീരത്തിൽ എല്ലാ പാലത്തിലും സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം, ചിന്ത, ഭാവന, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന തലച്ചോറിന്റെ ഭാഗം, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. അങ്ങനെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്രെയിനെ പറ്റിയിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ യൂസ് ചെയ്താൽ മതി. അതിലൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്രെയിനെ പറ്റി A to Z കാര്യങ്ങൾ. ബ്രെയിനെ പറ്റിയിട്ട് റാങ്ക് ഫയലൊക്കെ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് വൃത്തിയായിട്ടും വായിച്ചിട്ട് പോവുക. നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ബ്രെയിനെ പറ്റിയിട്ടൊക്കെ, അതൊന്നും തെറ്റിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക ബ്രെയിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC എക്സാമുകളിൽ ആവർത്തിച്ച് ഞാൻ കണ്ടു. അതായത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണല്ലേ. അപ്പം ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതിയാണ്. പിന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു. പൂർവ്വഘട്ടമാണ് കിഴക്ക് ഭാഗത്തുള്ള മലനിര. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി, ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയിട്ടും ഈ ഉപദ്വീപീയ പീഠഭൂമിയൊക്കെ പറ്റിയിട്ടും ഉത്തരമഹാസമുദ്രം, ഞാൻ കഴിഞ്ഞ ഷോർട്ട് ടോപ്പിക്കിൽ പറഞ്ഞിട്ട് ഉത്തരമഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരപർവ്വത മേഖല, ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ടും വൃത്തിയായിട്ട് വായിച്ചിട്ട് പോവാ. ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ വായിച്ചിട്ട് പോവുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക് മൗലിക അവകാശങ്ങൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ പറയുന്ന ഭാഗം 3. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു മൗലികാവകാശങ്ങൾ. നമുക്ക് 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നത്. അപ്പം അത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിന് എത്ര മുതൽ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്, അത് നമുക്ക് മാച്ച് ദ ഫോളോയിങ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അപ്പം മൗലികാവകാശങ്ങളെ പറ്റിയിട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നതൊക്കെ. അപ്പം മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടാക്കിയിട്ട് വേണം എക്സാമിന് പോകുന്നത്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും മൗലിക അവകാശങ്ങൾ. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൗലിക കർത്തവ്യങ്ങളിൽ നിന്നൊക്കെ താഴെ പറയുന്നവയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൗലിക കർത്തവ്യം അല്ലാത്തത് ഏത്, പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് വായിച്ച് വെച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത ടോപ്പിക്ക് രക്തത്തെ പറ്റി. ആന്റിജൻ ഇല്ലാത്തത്, ആന്റിബോഡി ഇല്ലാത്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ. O പോസിറ്റീവ്, പിന്നെ A B എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ആന്റിജൻ ഉള്ള ഗ്രൂപ്പ്, ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്, ആന്റിബോഡി, അങ്ങനെ പിന്നെ രക്തപരിചയ വ്യവസ്ഥ, അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രക്തപരിചയ വ്യവസ്ഥ കണ്ടുപിടിച്ചതാണ് വില്യം ഹാർവി. രക്തവുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ രക്തത്തിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നേരത്തെ ബ്രെയിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ റാങ്ക് ഫയൽ റെഫർ ചെയ്താൽ മതി. രക്തം ഒക്കെ, ബ്ലഡിനെ പറ്റിയിട്ടും പിന്നെ ഹൃദയം, ഹാർട്ട്, ഇതൊക്കെ പഠിക്കാനായിട്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പെരിഫറലായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക. നമ്മളൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കും, പക്ഷേ റിവിഷൻ്റെ കുറവുകൊണ്ട് ചിലവർക്കൊക്കെ അത് മറവിയായിരിക്കും. അപ്പം അത് തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം രക്തത്തെ പറ്റി, ഹാർട്ട്, ബ്രെയിൻ, ഇതൊക്കെ റാങ്ക് ഫയലിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് റിവൈസ് ചെയ്തിട്ട് വേണം പോകേണ്ടത്. പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള വിവരാവകാശ നിയമത്തെ പറ്റിയിട്ടും കുറേ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ജീവനെയും സ്വത്തിനെയും സംബന്ധിച്ച് എത്ര മണിക്കൂറുകളാണ് നമ്മൾ വിവരാവകാശം കൊടുക്കേണ്ടത്? 48 മണിക്കൂർ.
അങ്ങനെയൊക്കെ പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വിവരാവകാശ നിയമമാണ് ലാസ്റ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പം അതിനെ പറ്റിയിട്ടും ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഓക്കെ, ഇത്രയും ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം 3rd സ്റ്റേജ് എഴുതാൻ പോകുന്നവർക്കും 4th സ്റ്റേജ് എഴുതാൻ പോകുന്നവർക്കും വേണ്ടി. അപ്പം ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് മുമ്പ് ചെയ്ത 3 വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ എല്ലാവരും കണ്ട് ഒന്ന് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇനിയും ചോദിക്കാം. 10th പ്രിലിംസിൻ്റെ ഒക്കെ 10th ലെവൽ എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കിട്ടാനുള്ള മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈസിയാണെന്ന് തോന്നും ഞാൻ പറയും, പക്ഷെ നമുക്ക് റിവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം എക്സാമിൻ്റെയും സമയമുണ്ട്, റിവൈസ് ചെയ്യാനൊക്കെ സമയമുണ്ട്. അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്തിട്ടൊക്കെ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ജാനുവരി 25-ന് എക്സാം എഴുതുന്ന 3rd സ്റ്റേജ് എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. എല്ലാവരും ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. പിന്നെ 20 മാത്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്സൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ സ്കോർ ഉയർത്താൻ മാത്സ് നന്നായിട്ട് ചെയ്താൽ നമ്മളെ സ്കോർ പെട്ടെന്ന് ഉയരും. ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.